നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പെരുന്നാൾ കിസയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കറിയാം, വളരെ ഭക്തി നിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് ചെറിയ പെരുന്നാളാണ്. ആളുകളുടെ മനസ്സിലൊക്കെ നിറയെ സന്തോഷവും കുടുംബത്തോടൊപ്പം ചേർന്ന് ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ, ധന്യമായ കുറേ നിമിഷങ്ങൾ ആസ്വദിക്കുന്ന സമയമാണ്. തൊട്ടടുത്ത പള്ളിയിൽ നിന്നുമൊക്കെ അല്ലാഹു അക്ബർ വിളികളുടെ മന്ത്രം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിഥിയുടെ പേര് MA ഷഹനാസ് എന്നാണ്. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. നമുക്കറിയാം, എവിടെ അനീതി കാണുന്നു അവിടെയൊക്കെ ശക്തമായിട്ട് മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ഒരു ഷഹനാസിനെയാണ് നമുക്ക് പരിചയം. ഒരുപാട് വിവാദങ്ങളിലേക്ക് താൻ അറിയാതെ തന്നെ അവരെ എത്തിക്കുന്നതും അവരുടെ ഈ ഒരു രീതിയാണ്. കാരണം സ്വന്തം പക്ഷത്താണെങ്കിൽ പോലും ശരിയല്ലാത്തതിനെ അവർ ചോദ്യം ചെയ്യുകയും ശരിയല്ലാത്തതിനെ വിമർശിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണ്. ആ രീതിയിലാണ് നമുക്ക് കൂടുതലും ഷഹനാസിന് പരിചയം. അതിനപ്പുറത്ത് ഷഹനാസ് ഒരു എഴുത്തുകാരിയാണ്, പ്രസാധകയാണ്, അധ്യാപികയാണ്. നമുക്ക് ഈ എപ്പിസോഡിൽ ഷഹനാസിൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകണം. നമുക്കറിയാം, ഏറ്റവും ആളുകൾ മനസ്സിൽ ഓർക്കപ്പെടുന്നത് ബാല്യമാണ്. ബാല്യകാലമാണ് ഒരാളെ ഫോം ചെയ്തെടുക്കുന്നതെന്ന് തന്നെ പറയാറുണ്ട്. വിശ്വവിഖ്യാതമായ പല സിനിമകൾ പോലും ബാല്യകാലത്തെ കുറിച്ചിട്ട് ഇഷ്ടം പോലെ കഥകളും സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്നേഹപൂർവ്വം ഷഹനാസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. നമസ്കാരം. അപ്പോൾ ശ്രീമതി ഷഹനാസ്, നമ്മൾ മുഖവരയിൽ ചോദിച്ച പോലെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകളുടെ ചെപ്പിൽ നമ്മൾ സൂക്ഷിക്കുന്നത് ബാല്യകാലമാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാല്യകാലത്തെ നോമ്പിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ടാവും, പെരുന്നാളിൻ്റെ ഓർമ്മകളുണ്ടാവും. സജീവമായിട്ട് അല്ലെങ്കിൽ പോലും വളരെ പ്രത്യേകതയോടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പുതിയ വസ്ത്രങ്ങളുടെ മണം, അതിൻ്റെ ഓർമ്മകൾ, പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരി എന്നുള്ള നിലക്ക് സജീവമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമ എന്നുള്ള നിലയിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഷഹനാസ് ഹൃദയത്തിൽ എവിടെയോ കുത്തിക്കുറിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓർമ്മകളിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ നമ്മളെ പെരുന്നാളിനെയും നോമ്പിലേക്ക് ഒന്ന് ഓർത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ എവിടെയായിരുന്നു സ്വദേശമൊക്കെ? ഞാൻ കോഴിക്കോട് ജനിച്ച ഒരാൾ തന്നെയാണ്. ആണല്ലേ? പിന്നെ നോമ്പ്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ബാല്യം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യന്റെ ഒരു കാലമാണ്. അപ്പൊ ആ ബാല്യം ഓർത്തെടുക്കുന്നതോടൊപ്പം അതിനോടൊപ്പം നോമ്പും പെരുന്നാളും വരുമ്പോൾ അത് അതിനേക്കാളേറെ മധുരകരമായ ഒരു അവസ്ഥയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നോമ്പ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെറുതാവുന്ന സമയത്തുണ്ടായിരുന്ന നോമ്പിന്റെ ഒരു സാഹചര്യവും ഇന്നത്തെ സാഹചര്യമൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഞങ്ങള് വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന, ഇപ്പം നിങ്ങൾ പറഞ്ഞു രാവിലെ നേരത്തെ കുട്ടികളെ എഴുന്നേൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ഞങ്ങള് രണ്ട് കുടുംബം, ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു കുടുംബവും ഞങ്ങളുമാണ് രാത്രി പുലർച്ചയ്ക്ക് ഒരുമിച്ചിരുന്നിട്ടാണ് അത്താഴത്തിന് ഭക്ഷണം കഴിക്കുന്നത്. പുലർച്ചെ 3 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോഴും അവര് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണവും അവരുണ്ടാക്കുന്ന ഭക്ഷണവും ഞങ്ങൾ പങ്കിട്ടിട്ടാണ് കഴിച്ചോണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു സ്വാദ് ഇന്നത്തെ ഒരു ഭക്ഷണത്തിനും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു നോമ്പും പെരുന്നാളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കൂടിച്ചേരലിന്റെ സ്നേഹത്തിന്റെ ഒക്കെ ഒരു മാസമായിട്ടാണ് നോമ്പിന്. നമ്മൾ അറിയാതെ പോലും ഒരാളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും കൂടി നമ്മൾ വിചാരിക്കുന്ന ഒരു മാസം കൂടിയാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. അത് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീടടക്കം വൃത്തിയാക്കിക്കൊണ്ടാണ് ഓരോ അതിന്റെ ഒരു അലയൊലികള് നേരത്തെ തുടങ്ങും അല്ലേ? നോമ്പിന് മുമ്പായിട്ട് നനച്ചുളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീടടക്കം വൃത്തിയാക്കിക്കൊണ്ടാണ്, വീടും മനസ്സും ശരീരവും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ട് ഒരു പുണ്യമായ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് ആ വൈബ് വളരെ ഫീൽ ചെയ്യും പെട്ടെന്ന് ചെറുപ്പത്തിലല്ലേ. അതെ, നോമ്പെടുക്കുന്നു. നോമ്പെടുക്കുക പറയുമ്പോൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നോമ്പെടുക്കുക എന്ന് പറയുന്നതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് എല്ലാ കുട്ടികളും നോമ്പെടുക്കുകയായിരുന്നു. ഇപ്പോഴും ആ നോമ്പെടുക്കുന്ന ശീലം ഇപ്പോഴും സൂക്ഷിക്കുന്നത്, അത് എനിക്ക് ആ മാസങ്ങളിൽ റമളാൻ മാസത്തിൽ നോമ്പെടുത്താൽ കിട്ടുന്ന മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ട് അല്ലേ? അതായത് ഒരു പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് നന്നായിട്ട് ഉൾക്കൊള്ളാൻ നോമ്പെടുക്കുമ്പോൾ സാധിക്കുമെന്ന ഒരു വലിയൊരു മെസ്സേജ് കൂടി അതിലുണ്ട്. മനുഷ്യരെ തിരിച്ചറിയാൻ, ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാനൊക്കെ സാധിക്കുമെന്ന്, മനുഷ്യന് കൂടുതൽ എളിമയിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമമാണ്. അതിനാണ് ഇതൊക്കെ സത്യത്തിൽ. പക്ഷെ എത്രത്തോളം അതൊക്കെ എത്തുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ എല്ലാ സമയത്തും അത്തരം നല്ല കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? അതിന്റെ യഥാർത്ഥമായിട്ടുള്ള
അതിന്റെ ഗുണമാണെന്നില്ല നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നോമ്പിന് നമ്മളെ വീട്ടിലൊക്കെ നോമ്പ് തുറക്കാൻ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഇപ്പോഴത്തെ പോലെയല്ല, അന്ന് നമ്മള് നോമ്പ് തുറക്കാൻ നമ്മളെ കൂടെ നോമ്പെടുത്ത എന്റെ ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഹിന്ദു കുട്ടികൾ, എന്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ നോമ്പെടുത്ത് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് നോമ്പ് തുറക്കുക, അല്ലെങ്കിൽ അവര് വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുന്ന ഉള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ഇപ്പോഴും അന്ന് എന്റെ കൂടെ പഠിച്ച കുട്ടികളിൽ ഇപ്പോഴും നോമ്പെടുക്കുന്ന ഹിന്ദു കുട്ടികൾ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ അന്നൊക്കെ ഉണ്ടായിരുന്ന ആ മതവിദ്വേഷമില്ലാത്ത, മതമില്ലാത്ത ഒരു സ്നേഹം മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ ഇല്ല എന്നുള്ളൊരു ഒക്കെ തിരിച്ചു പിടിക്കാനൊക്കെ എല്ലാരും ശ്രമിക്കുക. നടക്കുന്ന കാര്യങ്ങൾ ഇത് കേരളമാണ് അല്ലെ, നമുക്കത് അടിവരായിട്ട് പറയണം. അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാവുന്ന മൂല്യങ്ങളാണ്. അതിൻ്റെ ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. നമ്മുടെ മതസൗഹാർദ്ദവും സ്നേഹമൊക്കെ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മള് കൂട്ടമായിട്ടുള്ള പക്ഷെ നമ്മള് ഇപ്പം സത്യം പറഞ്ഞാല് ഇതൊക്കെ ഒരു കാണിച്ച് ഇപ്പൊ ഒരു കെട്ടുകാഴ്ച പോലെയാണ് അല്ലെ. ഒരു അന്യമതത്തിലുള്ള ഒരാൾ നോമ്പെടുക്കുക എന്ന് പറയുന്നതിനെ ഇന്ന് കാണിച്ചു കൂട്ടലുകളായിട്ട് തോന്നാറുണ്ട്. അതായത് അതൊരു ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതാണ് കേരളം എന്ന് കാണിക്കുന്നതിന്റെ അപ്പുറം ഇവിടെ കേരളം ഉണ്ടായിരുന്നു. നമ്മൾ നോമ്പെടുക്കുക കാണിക്കലല്ലാതെ തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരും, ഇത് പിന്നെ ഒരു പ്രഹസനം പോലെ നമ്മൾ അതൊന്നും കാണിക്കേണ്ട. ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ ഒരു പരിപാടിക്ക് പോയപ്പോ പറഞ്ഞു, നബിദിനത്തിന് വെള്ളം കൊടുക്കുന്ന ഒരു അമ്പലത്തിലെ പൂജാരി അല്ലെങ്കിൽ അമ്പല നിവാസികൾ, അതൊരു വാർത്തയാവുന്ന ഒരു കാലാണെന്ന്. പണ്ടും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഇവിടെ വാർത്തയാവാറില്ല. ഇതൊക്കെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ വാർത്തയാവുമ്പോ അതിലൊരു അപകടവും ഉണ്ട് എന്നുള്ളതാണ്. അതിന് വാർത്തയ്ക്ക് വേണ്ടി അതിനെ സൃഷ്ടിക്കപ്പെടുന്ന പോലെ ഫീല് സത്യത്തിൽ വാർത്തയാകുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു വിദ്വേഷം ഉണ്ട് എന്നുള്ള ഒരു സാധനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് അതിൽ കാണിക്കുന്നുണ്ടല്ലോ അല്ലെ. ശരിയാണ്. മലയാളികളെ സംബന്ധിച്ച് എല്ലാ പ്രധാന ആഘോഷങ്ങളും എന്താ പറയുക, മതപരമായ വ്യത്യാസമില്ലാതെ സിനിമാ തിയേറ്ററിൽ എത്തുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നു. കാരണം പെരുന്നാളിനും ഓണത്തിനും വിഷുവിനും ഒക്കെ ഏറ്റവും പുതിയ സിനിമകൾ റിലീസ് ചെയ്യും. അന്നൊരു ഇളവ് കൊടുത്തുകൊണ്ട് പല കുടുംബങ്ങളും കുട്ടികളെ സിനിമയ്ക്ക് കൂട്ടുന്ന രീതികളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ കുടുംബത്തിലെ പഴയ ഫാമിലിയിലുള്ള ആളുകൾ ഉപ്പമാരോ പോകുന്നില്ലെങ്കിൽ പോലും താഴെയുള്ള കുട്ടികളെ അതിന് അനുവദിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഷഹനാസിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പെരുന്നാൾ ദിവസമൊക്കെ ആകുമ്പോൾ എങ്ങനെയായിരുന്നു ആഘോഷിക്കപ്പെടുന്നത്? ഒരു ബന്ധുവീടുകളിലെ സന്ദർശനം മാത്രമായിരുന്നോ, അതോ ചെറിയൊരു പെർമിഷൻ സിനിമയ്ക്ക് തന്നിരുന്നോ വീട്ടിൽ നിന്ന്? നമ്മള് ശരിക്കും നോമ്പെടുത്തിട്ട് സിനിമ കാണാൻ പോവാൻ പാടില്ല, സിനിമ രീതിയിലാണ് പെരുന്നാളിന്റെ അന്ന്. പക്ഷെ വൈകിട്ടൊക്കെ ആകുമ്പോൾ സിനിമയ്ക്ക് പോകും, ബന്ധുവീടുകളിൽ പോകും. രാവിലെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വന്നാൽ തന്നെ എല്ലാവരും അടുത്ത വീടുകൾ അടക്കമുള്ള സന്ദർശിച്ച് പരസ്പരം സ്നേഹം പങ്കുവെച്ച് പെരുന്നാൾ പൈസ എന്ന് പറയുന്ന എന്റെ കുട്ടികൾക്ക് അങ്ങനെ വലിയ ആളുകൾ പെരുന്നാൾ പൈസ അങ്ങനെ അതൊക്കെയൊക്കെ എടുത്തു വെച്ചിട്ടായിരിക്കും അന്ന് നമ്മൾ വൈകിട്ട് സിനിമയ്ക്ക് അല്ലെങ്കിൽ ബീച്ചില്, അങ്ങനെ കോഴിക്കോടുകാരെ സംബന്ധിച്ച് നമ്മൾ ആവേശം. അതെ, ബീച്ചിൽ പോവാ, അഹങ്കാരാണ് കോഴിക്കോട് ബീച്ച് അല്ലെ. കോഴിക്കോട് ബീച്ചിൽ പോവാം, കുറച്ച് കടലിനോട് കഥ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല. അതെ, അപ്പം അങ്ങനെ പോവും, സിനിമയ്ക്ക് പോവും, അതൊക്കെ ഉണ്ട്. അതൊക്കെ അന്നും ഉണ്ട്. ഇപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നു നോമ്പിന് സിനിമ ഇറങ്ങിയാലും കാണാൻ പോകുന്നവരുണ്ടെന്ന് തോന്നുന്നു. അന്നൊക്കെ പക്ഷെ കുറച്ചുകൂടി അങ്ങനെ സിനിമയ്ക്ക് ആഘോഷങ്ങൾക്കൊക്കെ സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശരിയില്ലാത്തതിനെ ചോദ്യം ചെയ്യും. സ്വന്തം കൂടെയുള്ള ആളുകളുടെ കണ്ണിൽ നോക്കി നിങ്ങൾ പറയുന്നത് ശരിയല്ല, ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഷഹനാസിനെയാണ് നമുക്ക് പരിചയം. മീഡിയയിലൂടെ ഒക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ കുട്ടിക്കാലം തുടങ്ങി ഷഹനാസിനെ ഈ തരത്തിലുള്ള ഒരു താല്പര്യം, ശരിയില്ലായ്മയെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശീലം ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടി ഒന്ന് അറിയണം. അപ്പോൾ അതൊന്ന് ചോദിക്കാണ്, എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ നമുക്ക് ഈ ഒരു ഇത് കൂടെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു കാര്യം? അനീതിക്കെതിരെ പ്രതികരിക്കുന്ന അങ്ങനെ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നന്നായിട്ട് എല്ലാവരോടും വീടിന്റെ അടുത്തും ഒക്കെ പുറമേയുള്ള ആളുകളെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ അങ്ങനെ ശക്തമായിട്ട് ചെറുപ്പകാലങ്ങളിലൊന്നും അങ്ങനെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ തർക്കുത്തരം പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്രത്തോളം ധൈര്യം ഉണ്ടായിരുന്ന ഒരാളല്ല. പക്ഷെ എന്റെ ജീവിതമാണ് എനിക്ക് മുന്നോട്ട് സാഹചര്യങ്ങളാണ് നമ്മളെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള ഒരു ആർജവം നമുക്ക് ഉണ്ടാക്കിയെടുത്തത്. പഠിക്കുന്ന കാലം ഇപ്പം പഠിച്ചതൊക്കെ കുറച്ച് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തുടർ പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ സമയങ്ങളിലൊക്കെ
കണ്ടാൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇനി എന്റെ ഒരു സുഹൃത്തിന്റെ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടിട്ട് ലാസ്റ്റ് സുഹൃത്തും ആരുണ്ടാവില്ല. ആ പ്രശ്നം മുഴുവൻ എന്റെ തലയിലായ പല സാഹചര്യങ്ങളും ഉണ്ട്. അത് ഞാൻ പ്രശ്നത്തിൽ ഇടപെടാൻ പോയാൽ അത് പിന്നെ എന്റെ പ്രശ്നമായി. പിന്നെ ബാക്കിയുള്ള ആളുകളൊന്നും ഉണ്ടാവണം എന്നില്ല. ഞാനും ആ പ്രശ്നവും മാത്രമായിട്ട് മാറാറുണ്ട്. അപ്പൊ അങ്ങനെ പക്ഷെ അതിൽ പ്രയാസമില്ല. കാര്യം നമ്മൾ നിന്നത് ശരിയായ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രയാസം തോന്നാറില്ല. പക്ഷെ അതുകൊണ്ടൊക്കെ ഒരുപാട് ആളുകളുടെ ശത്രുത സമ്പാദിച്ചു എന്നുള്ളത് അത് നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കുന്നവരെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും. പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞാൽ എവിടെയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ? സ്കൂളിൽ ഞാന് കോഴിക്കോട് ബേപ്പൂര് ചേനത്ത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയഞ്ചേരി സ്കൂളിലാണ് SSLC പൂർത്തിയാക്കിയത്. പിന്നെ +2 ഡിഗ്രി ഒക്കെ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ PG ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് പൂർത്തിയാക്കി. MCom B.Ed കോഴിക്കോട് ചെറുവണ്ണൂർ AWH കോളേജിൽ നിന്ന് പൂർത്തിയാക്കി. അതുകൂടാതെ പത്രപ്രവർത്തന മേഖലയിലും ജേർണലിസം, അത് നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഓൺലൈനായിട്ട് നമ്മൾ ജേർണലിസം പഠിക്കാനുള്ള ഒരു അവസരം, എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്താണ് ഒരുപാട് കോഴ്സുകൾ അങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ സമയത്താണ് ജേർണലിസം പഠിച്ചത്. എപ്പോഴാണ് സജീവമായിട്ട് വായനയിലേക്ക് കടന്നു വന്നൊരു സമയം? എപ്പോഴാണ്? SLC പഠിക്കുമ്പോഴേക്ക് വായിക്കുമായിരുന്നോ? വീട്ടിലതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നോ? ഞാനൊരു വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇന്ന പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ നീ പഠിച്ചിത്ര മാർക്ക് വാങ്ങണമെന്ന് പോലും പറയാൻ വീട്ടുകാർക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരു കുടുംബവും അല്ല. പഠിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് വരെ മാത്രമേ പഠിപ്പിക്കൂ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന പുസ്തകം വായിച്ച്, ഇന്നൊക്കെ ഞാൻ എല്ലാവരും എന്റെ മകളോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ പുസ്തകം വായിക്കണം, നല്ല പുസ്തകമാണ്, അങ്ങനെയൊന്നും പറഞ്ഞു തരാനുള്ള ഒരു ഗാർഡിയനോ ഒരു കുടുംബത്തിലോ അങ്ങനെ ഒരാളില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ എന്നെ കഥയിലേക്ക് അല്ലെങ്കിൽ കഥ പറയുന്നത് അങ്ങനെ എന്റെ മനസ്സിലൊരു ഇമാജിനേഷൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കിയത് എന്റെ ഉമ്മയുടെ ഉമ്മയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വല്യമ്മ അവര് കുറെ കഥകൾ പറഞ്ഞു. മതവുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ്. അങ്ങനെയല്ല, ഞാനിപ്പം കിളി വന്നിട്ട് കഥ പറയുന്ന അതെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അന്ന്. പക്ഷെ ഇപ്പൊ കൊറേയൊക്കെ കിളിപ്രസ്ഥാനം, അതിനെക്കുറിച്ച് കിളിപ്പാട്ട്, അതിന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതാണ് അവര് പറഞ്ഞതെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അവരതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ സമൂഹത്തിൽ അന്നേ പിന്നെ മാപ്പിള രാമായണം പറഞ്ഞിട്ട് പ്രചാരത്തിലുണ്ടായിരുന്നു നമ്മള് ഗവേഷകരൊക്കെ പറയുന്നുണ്ട്. രാമായണത്തിന്റെ അതേ കഥ മാപ്പിള രാമായണം എന്നുള്ള രീതിയിൽ പ്രചാരമായിട്ട് മുസ്ലിം കുടുംബങ്ങളിലൊക്കെ ഒരു കഥയല്ലേ, അതൊക്കെ കടന്നു പോകുന്ന രീതിയിൽ, അല്ലാതെ ഒരു മതത്തിന്റെ പേരിലുള്ള അങ്ങനെ വലിയ കഥകളല്ല. കുറെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ കഥകളാണ് എനിക്ക് ചിന്തിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയത്. പിന്നെ ഉമ്മ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വായിക്കുമായിരുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് ഞങ്ങളും ഇങ്ങനെ ലൈബ്രറിയിൽ, അന്നൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, അത് ലൈബ്രറിയിൽ നിന്ന് ഒരു ചേച്ചി പുസ്തകമായിട്ട് വീട്ടിൽ വരും. ഇപ്പോഴും ഉണ്ട് അത്, നമ്മളെ ഫറൂഖൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഒരു പുസ്തകം നമുക്ക് എടുക്കാം, ഒരാഴ്ച കഴിഞ്ഞ് അവര് തിരിച്ചു വാങ്ങാനും വരും. ചെറിയൊരു പൈസയൊക്കെ അതിന് ഉണ്ടാവുള്ളൂ. 2 രൂപ 3 രൂപയൊക്കെ ആയിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പുസ്തകങ്ങൾ എടുത്തിട്ട് വായിക്കുമായിരുന്നു. വായന അങ്ങനെയാണ്. പക്ഷെ അതൊന്നും വലിയ ഏതെങ്കിലും എഴുത്തുകാരന്റെ കൃതികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വായിച്ചിട്ടുള്ള ആളൊന്നും അല്ല. കഥകളൊക്കെ ഇങ്ങനെ വായിക്കുക, അങ്ങനെ അറിയുമില്ല ഇന്ന ആളാണ് ഇത്ര വലിയ എഴുത്തുകാരനാണ് എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും നമ്മളൊക്കെ വലുതായി കഴിഞ്ഞ് പിന്നെയും പഠനമൊക്കെ തുടരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഗൗരവമായിട്ടുള്ള വായന പിന്നീടാണ്. എനിക്ക് തോന്നുന്നു ഉള്ളിലൊരു എഴുത്തുകാരിയുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ പല രീതിയിൽ നമുക്ക് പ്രചോദനമാവും. ഒരുപക്ഷെ നമ്മൾ പഠിപ്പിച്ച അധ്യാപകരാവാം നമ്മളെ പോയിന്റ് ഔട്ട് ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ അറിയാതെയോ പിന്നൊരു തള്ളലോണ്ടൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ പിന്നീട് സ്വയം തിരിച്ചറിയുന്നതൊക്കെ കാണാറുണ്ട്. ഇത് രണ്ടും അല്ലാതെ ഒരു ചെറിയ പഴയ ഡയറിയിൽ എഴുതിയിട്ട് തലയണക്കടയിൽ ആരും കാണാതെ സൂക്ഷിക്കുന്ന സ്വഭാവത്തിലാണ്. ഇത് ഏത് കാറ്റഗറിയിൽ നിന്നാണ് ഒരു ഇന്നത്തെ ഷഹനാസിലേക്കുള്ള രൂപപരിണാമം ഉണ്ടായിട്ടുള്ളത്? ആരും കാണാതെ ഡയറിയിൽ എഴുതി തലയണക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു പെൺകുട്ടി. അതായത് എന്റെ ഉമ്മ ഗൾഫുകാരിയായിരുന്നു. അപ്പം
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പം ഉമ്മ പോയി കഴിഞ്ഞപ്പം ഒക്കെ ഉണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ട്, മാനസികമായ ഏറ്റവും പ്രിയപ്പെട്ട ആൾ അടുത്തില്ലാത്തതിന്റെ വിഷമങ്ങൾ. അതെ, അപ്പം അതും പിന്നെ ഉമ്മയുടെ കുടുംബത്തിലാണ് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറെ പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. പ്രശ്നങ്ങളാണ് ഞാൻ സത്യത്തില് എഴുത്തുകാരിയും വിഷമങ്ങളിലൂടെയാണ്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ചിലപ്പോ അന്നൊക്കെ എഴുതിയ ഡയറിയൊക്കെ എവിടെയെങ്കിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ എപ്പോഴും കാണുമായിരിക്കും. അതെടുത്തു വെക്കുക, ആ ഒരു രീതിയിലുള്ള കുറിച്ച് വെക്കുന്ന ഒരു സ്വഭാവം അല്ലെ, ചെറുതായിട്ടൊക്കെ കുറിച്ച്. പക്ഷെ അതൊന്നും ആ സമയത്ത് പുറലോകത്തോട് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം പലരും ഒരുപക്ഷെ അത് ഒരു പ്രസിദ്ധീകരണം ഒന്നും ചിന്തിക്കാതെ തന്നെ അവനവന്റെ വ്യതകള്, സങ്കടങ്ങള്, അല്ലെങ്കിൽ അവനോട് തന്നെ പറയുന്ന പോലെയൊക്കെ നോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കാം ഉണ്ടാവാം. കുറച്ചുകൂടി ഗൗരവത്തില് ഒരു ആഴ്ചപ്പതിപ്പിലൊക്കെ ഒരു കഥ അയക്കാനോ എന്നൊക്കെയുള്ള ഒരു ധൈര്യം പിന്നീട് എപ്പോഴാണ് ഉണ്ടായത്? കുറെ കാലങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷമാണ്. ഞാനൊരു 2015 സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിൽ കുറെ സാഹിത്യ കൂട്ടായ്മകൾ ഉണ്ടായി. അതിൽ ഇങ്ങനെ കഥകൾ എഴുതുകയും അതിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കമന്റ്സ് വരികയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഒരു മാഗസിനിലേക്കോ എന്തെങ്കിലും ഒരു കഥ അയക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും വന്നത്. പിന്നെ അത് ഡയറിയിൽ എഴുതുമ്പോൾ ഒന്നും നമ്മൾ അങ്ങനെ എഴുത്തുകാരനാവാനോ അല്ലെങ്കിൽ എഴുത്തുകാരി ആവുന്നോ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മൾ നമ്മളെ പ്രയാസങ്ങൾ എഴുതി വെക്കുന്നു അല്ലെ. പിന്നീടാണ് അത് ഇങ്ങനെ ഒരു രീതിയിലേക്ക് എഴുതാനൊക്കെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയതിനു ശേഷമാണ് സാധിച്ചത്. ആദ്യത്തെ പുസ്തകം കൈലഡോസ്കോപ്പ് അല്ലെ. കൈലഡോസ്കോപ്പ് കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. എവിടെയാ? കോഴിക്കോട് തന്നെ. കോഴിക്കോട് നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. അത് പിന്നെ അതിലേക്കുള്ള ഒരു വെടിമരുന്ന് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? നമുക്ക് അതിലൊരു ഊർജ്ജദായകമായിട്ട് എഴുത്തിലേക്ക് ശക്തമായിട്ട് പ്രവേശിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും അല്ലെ. പിന്നീടാണല്ലോ നമുക്കത് പ്രസിദ്ധീകരണത്തിന്റെ കാര്യത്തിലേക്ക് വരുന്നത്. അത് ട്രിഗർ ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റും? എന്ത് ഇൻസിഡന്റ് ബേസിലാണോ? തീർച്ചയായിട്ടും ഞാന് പിന്നെ ഇങ്ങനെ എഴുതി മാസികകളിലേക്കൊക്കെ അയക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഇവിടെ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യാൻ ഒരു അവസരം MMH സ്കൂളിൽ കുറച്ച് പഠിപ്പിച്ചിരുന്നു. അപ്പം ആ സമയത്താണ് ഒരു പബ്ലിക്കേഷൻ കോഴിക്കോട് തുടങ്ങുന്നത്, ബാഷോ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ. അപ്പൊ അവിടുത്തെ അതിന്റെ VC ഇക്ബാൽ എന്ന് പറയുന്ന ഒരാളാണ് അവിടുത്തെ പബ്ലിഷർ ആയിട്ടുണ്ടായിരുന്നത്. അവരെന്നോട് എഡിറ്ററായിട്ട് സ്ഥാപനത്തിൽ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അപ്പൊ ജോലി ടീച്ചറായിട്ട് സ്കൂളിൽ കയറാനുള്ള ഒരു ശ്രമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇരിക്കാന്ന് പറഞ്ഞു. കാരണം ഇഷ്ടമുള്ള മേഖല ആയതുകൊണ്ട് അങ്ങനെ ഇരുന്നു. അവിടെ നിന്ന് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഒരു 5ഓളം പുസ്തകങ്ങൾ പല എഴുത്തുകാരതും വന്നു. അപ്പം വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പുസ്തകം വരണമെന്ന ആഗ്രഹം, വരണമെന്ന് ആലോചിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എഴുതിയ ഒരു നോവലായിരുന്നു കൈലഡോസ്കോപ്പ്. അത് ഞാൻ അത്രയും കാലം ഞാൻ കണ്ട എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരൊക്കെ അതില് കഥാപാത്രങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കൈലഡോസ്കോപ്പ് എന്ന് പറയുന്ന നോവൽ. പലപ്പോഴും അതിന്റെ പേര് മാത്രമേ മാറുള്ളൂ, കഥാപാത്രത്തിന്റെ ചെയ്തികളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും അല്ലേ. അതെ അതെ, ശരിയാ. ആത്മകഥാംശമുള്ള ഒരു നോവലായിരുന്നു എന്ന് പറയാം നമുക്ക് കൈലഡോസ്കോപ്പ്. അതും ശത്രുക്കളെ നേടി തന്നോ പിന്നീട്? അല്ല, എഴുതുന്ന പറയുന്ന പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മുന്നോട്ട് പോവുക തന്നെയാണ്. ഇപ്പൊ കൈലഡോസ്കോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ആ പുസ്തകം മലയാളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള നമുക്ക് എക്കാലവും നമ്മൾ കഥകളുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന M. മുകുന്ദൻ, മയ്യഴിയുടെ കഥാകാരൻ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഷഹനാസിന്റെ പുസ്തകത്തെ പറ്റി പറഞ്ഞത്. ഭാവിയിൽ ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു പെൺകുട്ടിയുടെ പുസ്തകം എന്നുള്ള രീതിയിൽ അദ്ദേഹം അതേപ്പറ്റി പറയുകയുണ്ടായി. കാരണം ഒരുപാട് ആൾക്ക് കിട്ടുന്ന സൗഭാഗ്യമൊന്നുമല്ല അത്. കാരണം ഇത്രയും എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യം തോന്നിയാൽ മാത്രമേ M. മുകുന്ദൻ സാറിൻ്റെ ഒക്കെ വായുന്ന അത്തരം വാക്കുകൾ വരുള്ളൂ. അത് വലിയ പ്രചോദനമായിട്ട് തോന്നിയോ പിന്നീട്? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തെ പോലെ ഒരു എഴുത്തുകാരനെ ആ പുസ്തക പ്രകാശന ചടങ്ങിൽ കിട്ടിയത് തന്നെ വലിയ അനുഗ്രഹമായിട്ടാണ്. ഞാൻ ആ പുസ്തകം എഴുതിയിട്ട് ഞാൻ അതൊരു പുസ്തകമാക്കി ഞാൻ അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ എനിക്ക് പ്രകാശനം ചെയ്തു തരണം എന്ന് പറഞ്ഞു. സാർ എന്നെ വിളിച്ചിട്ട് പ്രകാശനത്തിന്റെ ഡേറ്റ് തന്നപ്പോഴും ഞാൻ ആ പുസ്തകത്തിൽ എന്താണ് നല്ലതായണോന്ന് പോലും ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതെ, പിന്നെ ഞാൻ പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ആ വേദിയിൽ ഇരുന്നിട്ടാണ് കേൾക്കുന്നത്. അത്രയും
പേടിയോടുകൂടിയാണ് ഞാൻ അപ്പോഴും ഇരുന്നിട്ടുണ്ടായിരുന്നത്. വലിയ സന്തോഷമുള്ള സമയമല്ലേ നമ്മളിങ്ങനെ കേൾവിക്കാരെ പോലെ ജീവിതത്തിലെ അനുഗ്രഹീത നിമിഷങ്ങളിലൊന്നാണ് അല്ലേ? തീർച്ചയായിട്ടും. അതൊരു പക്ഷേ പിന്നീട് നമുക്കതൊരു രാസത്വരകമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം പിന്നീട് 2 പുസ്തകങ്ങളും കൂടി ഷഹനാസിൻ്റെ ആയിട്ട് പുറത്തു വന്നു എന്നുള്ളതാണ്. ആദ്യത്തെ പുസ്തകത്തിന് കിട്ടിയ അംഗീകാരം അതിന് മിക്കവാറും 3ാം പതിപ്പ് വരെ പോയി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 5ാം പതിപ്പ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം അത്രയും ആസ്വാദകരെ നേടിത്തന്നൊരു പുസ്തകം എന്നുള്ള നിലയിലാണ് കാലിഡോസ്കോപ്പ്. എപ്പോഴും നമ്മൾ ആദ്യത്തെ കുട്ടി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞ പോലെ കാലിഡോസ്കോപ്പിന് എപ്പോഴും അതിൻ്റെ ഒരു സ്ഥാനമുണ്ട് അല്ലേ നമ്മളെ. പിന്നെ 2ാമത്തെ പുസ്തകത്തിന്റെ കാലിഡോസ്കോപ്പിന് 1-2 പുരസ്കാരം കൂടി കിട്ടിയിട്ടുണ്ട്. അതേ കൂടി ഒന്ന് പറഞ്ഞാലോ? അത് പിന്നെ മാസ്റ്റർ വിഷൻ ചാനലും ദുബായ് പോലീസും നൽകുന്ന യുവ നോവലിസ്റ്റിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രേം നസീർ യുവ നോവലിസ്റ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവാർഡുകളൊക്കെ സമ്മാനിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ കുഞ്ഞിന് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി. സ്വാഭാവികമായിട്ടും അടുത്ത രചനയിലേക്ക് ഷഹനാസ് കടന്നു നമ്മൾ മനസ്സിലാക്കാം. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? അത് മെനാർപോസ് എന്നാണ്. കഥാസമാഹാരമാണ്. അതിൽ പക്ഷെ ഞാൻ ഈ നോവൽ എഴുതുന്നതിന്റെ മുൻപ് എഴുതിയ കുറച്ച് കഥകളും ഒക്കെ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് മെനാർപോസ്. സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് സ്ത്രീയുടെ കുഞ്ഞുനാള് മുതൽ പ്യൂബർട്ടി പീരീഡ് മുതൽ മെനാർപോസ് എന്ന് പറയുന്ന വാക്ക് സത്യത്തിൽ ഇല്ല. മെനോപോസ് മിക്സ് ചെയ്താണ്. മെനാർക്കിയും മീനോപോസുമാണ് മിക്സ് ചെയ്താണ്. അതിനെ ഞാൻ മെനാർപോസ് എന്ന് കൊടുത്തിട്ട് എഴുതി. പുതിയ പേര്. അതായത് മെനാർക്കി മുതൽ മീനോപോസ് സ്റ്റേജ് വരെയുള്ള കാലങ്ങളിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഹോർമോണിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളെ ചേർത്തിണക്കി കഥകളാക്കി എഴുതിയിട്ടുള്ളതാണ്. അതില് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് പാർട്ടം സിൻഡ്രോം എന്ന് പറയുന്ന അതും കൂടി ഡെലിവറി കഴിഞ്ഞാൽ ചില സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് വരെ കണക്ട് ചെയ്തിട്ടൊരു കഥ അതിലുണ്ട്. അപ്പോൾ ഒരു സമഗ്രമായിട്ടുള്ള ഒരു നിരീക്ഷണം അതിന്റെ പിന്നിലുണ്ട് എന്നാണ്. ഒരു ഋതുമതിയായിട്ട് ആർത്തവ വിരാമം വരെയുള്ള ഒരു കാലഘട്ടത്തിലെ സ്ത്രീകളുടെ വിവിധ തരത്തിലുള്ള ചിന്താഗതികളെ നമുക്കറിയാം. ഒരു മെനോപോസിലൂടെയൊക്കെ കടന്നു പോകുന്ന സ്ത്രീകളുടെ പുറത്ത് അറിയിക്കാനാവാത്ത അത്ര പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ മെഡിക്കൽ സയൻസ് ഒക്കെ പറയുന്നുണ്ട്. പലപ്പോഴും അത് വീടുകളിലൊന്നും അടയാളപ്പെടുത്താറില്ല എന്നുള്ളതാണ്. അതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അത് ഇന്ന പ്രശ്നം കൊണ്ടാണ്, ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഹോർമോൺ കുറയുന്നതുകൊണ്ടാണ് ശരീരത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇതൊരു 4-5 വർഷം കൊണ്ടും അല്ലെങ്കിൽ 2 വർഷം കൊണ്ടൊക്കെ പതിയെ കുറയുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ കൂടെ നിൽക്കാൻ കുടുംബം ഇല്ലാത്തത് കൊണ്ട് മാത്രം സ്വന്തം ജീവിതം ഒരു അവസാനിപ്പിച്ച സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട്. അവർ തിരിച്ചറിയപ്പെടുന്നില്ല ഇതാണ് പ്രശ്നം എന്നുള്ളത്. കാരണം കുടുംബത്തിലൊക്കെ അത്രയും പ്രയാസങ്ങളുണ്ട്. പെട്ടെന്നുള്ള ക്ഷീണം, ദേഷ്യം, പ്രശ്നങ്ങൾ, ഇതാണ് അസുഖം എന്ന് സപ്പോർട്ടോടുകൂടി കൂടെ നിൽക്കാൻ ആൾ വേണ്ടേ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ഇതിലൊരു സൂക്ഷ്മമായ നിരീക്ഷണമുണ്ട് അല്ലെ? സ്ത്രീയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തെയും എഴുത്തുകാർ സൂക്ഷ്മമായിട്ട് നോക്കുകയും അത് ശക്തമായിട്ട് അതേപറ്റി എഴുതുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാണ്. അതിനും നല്ല ആസ്വാദകർ കിട്ടിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലേ? പിന്നെ നമ്മൾ 3ാമത്തെ പുസ്തകത്തിലേക്ക് കടന്നു അല്ലേ? ഏറ്റവും പുതിയ പുസ്തകം സൈറ എന്നുള്ള പുസ്തകമാണ്. അതേപറ്റി പറഞ്ഞാലോ? സൈറ നോവലാണ്. സൈറയും ഒരു സ്ത്രീപക്ഷ നോവല് തന്നെയാണ്. ആ പുസ്തകം കഴിഞ്ഞ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനോടനുബന്ധിച്ചാണ് പുസ്തകം വന്നത്. അതും ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്ന എൻ്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് സ്ത്രീകളുടെ അവസ്ഥകൾ പുരുഷന്മാരെ കുറ്റപ്പെടുത്തിയിട്ടല്ല, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ കുറെ അവസ്ഥകളാണ് ഒരു നോവലിലുള്ളത്. നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് കോഴിക്കോട്ടുകാരുടെ ഏറ്റവും അറിയപ്പെടുന്നത് നല്ല ഭക്ഷണം കൊടുക്കുന്നതിലൂടെ അല്ലെ? രുചിയുടെ വൈവിധ്യത്തിന്റെ നാടാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യേക വിഭവങ്ങളൊക്കെ നമുക്ക് എത്ര രുചികരാണെന്ന് പറഞ്ഞിട്ട് അറിയിക്കാൻ പോലും പറ്റില്ല. അതിന്റെ പെരുമ ലോകം കടന്നിട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് ഷഹനാസ് അടുക്കളയിൽ എങ്ങനെയാണ് പാചകം? ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ബിരിയാണി ഉണ്ടാക്കുവോ? ചുരുക്കി പറഞ്ഞാൽ പാചകം എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ആരെങ്കിലും ഫുൾ ടൈം അതിന് വേണ്ടി നിൽക്കുന്ന ഇഷ്ടമല്ല. അതെ, പക്ഷെ വ്യത്യസ്തമായ ഓരോ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടമാണ്. ബിരിയാണി ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത കോഴിക്കോടുകാർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണും പെണ്ണും ആവട്ടെ. ഇവിടെ വിദേശത്തൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് അവിടെ ആണുങ്ങളൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ബിരിയാണി ഉണ്ടാക്കും, എല്ലാ ഫുഡും ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ മൂഡ് വന്നാൽ മാത്രം അല്ലെ? അങ്ങനെ നമുക്കൊരു പാചകം ചെയ്യണമെന്നൊരു ഇഷ്ടം വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കും. ഷഹനാസിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ കണ്ട ഷഹനാസ് അടുത്ത ദിവസം മുതൽ പിന്നെ 10-15 ദിവസം ഇവിടെ ഉണ്ടാവില്ല. കാര്യം അവര് ഷാർജയിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് പ്രവാസവും നമ്മുടെ നാട്ടിലെ ജീവിതവും ഒരുപോലെ
സമന്വയിപ്പിച്ച് കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഷഹനാസ്. അപ്പോൾ പ്രവാസ ലോകത്തെ ഒരു പെരുന്നാൾ അല്ലെങ്കിൽ പ്രവാസ ലോകത്തെ ആഘോഷങ്ങളെ കൂടി അതിനെപ്പറ്റി കൂടി നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് അവിടെയൊക്കെ കാര്യങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ നാട്ടില് പെരുന്നാൾ ആഘോഷിക്കുക പറയുമ്പോൾ നമുക്ക് ഒരുപാട് മനുഷ്യരില്ലേ ഇവിടെ, അവരെ കാണുക, അവരെ ചേർത്ത് പിടിക്കുക, അവരോട് സ്നേഹം പങ്കിടുക എന്ന് പറയുന്ന പക്ഷെ ഒരു പ്രവാസി ആയിരിക്കുമ്പോ ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് എല്ലാ ആഘോഷങ്ങളും നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്കെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ മൂല്യം നമുക്ക് എപ്പോഴും മനസ്സിലാവുള്ളൂ. ഒരു പ്രവാസി ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഒരു 4 വർഷമായിട്ടാണ് ഞാനിങ്ങനെ പോയി വരികയും ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് 2-3 പെരുന്നാളിന് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു, എന്റെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം ദുബായ് പോലെയുള്ള പ്രവാസിയായിരിക്കുന്ന ഒരു മനുഷ്യന് പെരുന്നാൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പോലെ ആഘോഷിക്കാൻ ഒരിക്കലും പറ്റൂല. ഒന്ന് പിന്നെ അത് മാത്രല്ല ഇവിടെ പെരുന്നാള് ഒരു ദിവസവും പ്രവാസത്തിലുള്ളവർക്ക് അങ്ങനെയായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമ്മളെ ഒന്ന് വിളിച്ച് പെരുന്നാള് വിഷ് ചെയ്യാൻ പോലും ചിലപ്പോ ഇവിടെയുള്ള ആളുകൾ മറന്നു പോകുന്ന ഒരു സാഹചര്യം പ്രവാസികൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെ, ഞാൻ എപ്പോഴും ഇത് കാണുന്ന ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ പെരുന്നാള് പ്രവാസിയായിട്ട് അവിടെ ഒറ്റയ്ക്ക് പെരുന്നാൾ ആഘോഷിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരെ നിങ്ങൾ വിളിക്കുക, അവരെ നിങ്ങൾ പെരുന്നാളിന്റെ വിശ്വസ് അറിയിക്കുക, വിശേഷങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം അവിടെ ഒരു ഒറ്റപ്പെടലുണ്ട്, അവർക്കൊരു വേദനയുണ്ട്. ഇവിടെ നാട്ടിലെല്ലാരും ആഘോഷിക്കുമ്പോ അവരും ഇതേപോലെ നമ്മളെ പോലെ തന്നെ പെരുന്നാൾ വസ്ത്രം, പുതിയ വസ്ത്രം വാങ്ങും, രാവിലെ എണീക്കും, പള്ളിയിൽ പോകും, പള്ളി നിസ്കാരം കഴിഞ്ഞ് വന്ന് ചിലപ്പം കുറെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് ചേർന്ന് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം, പുറത്തു പോയി കഴിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ കിടന്ന് ഉറങ്ങും കുറച്ചു നേരം. പിന്നെ കുറച്ച് സിനിമ, ചുറ്റുപാടുള്ള മനുഷ്യർ കുറവല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രവാസി എന്ന് പറയുന്ന തന്നെ പ്രയാസമേറി ജീവിക്കുന്നവരെന്താണ്, മനസ്സ് ഇവിടെ തന്നെയായിരിക്കും. അപ്പൊ നമ്മളവരെ ചേർത്ത് പിടിക്കാനും വിളിക്കാനും മറക്കരുത് എന്നുള്ളതാണ്. പെരുന്നാളൊക്കെ ആയിട്ട് നിങ്ങളെ പ്രിയപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക, പെരുന്നാളിന്റെ മെസ്സേജ് പറയുക, അവരുടെ എന്താണ് ഉണ്ടാക്കുന്നത് ചോദിക്കുക, ഭക്ഷണം കഴിച്ചോ എന്തുപോലും ചോദിക്കാതെ മറന്നു പോകുന്ന പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് എത്രയോ ആളുകൾ പറയാറുണ്ട്. മനഃപൂർവ്വം ആയിരിക്കില്ല, പക്ഷെ വിട്ടുപോകുന്നത് അവർക്കുണ്ടാക്കുന്ന വേദന ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പോലെ നമ്മളെ പെരുന്നാൾ ആഘോഷിക്കുന്ന പോലെ അല്ല ശരിക്കും പ്രവാസികളുടെ പെരുന്നാൾ എന്ന് പറയുന്നത്. വളരെ ചെറിയ രീതിയിൽ ആഘോഷിച്ചു പോകുന്നവരാണ്. തീർച്ചയായിട്ടും KCLന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. നമുക്കറിയാം, വളരെ സ്നേഹപൂർണവും ഭക്തിപൂർണവുമായിട്ടുള്ള ഒരു ദിവസമാണെന്ന്, പെരുന്നാൾ ദിവസമാണ്. ഈ ദിവസത്തിൽ പെരുന്നാൾ കിസ്സ പറയാൻ മലയാളത്തിലെ പ്രശസ്തയായിട്ടുള്ള ഒരു എഴുത്തുകാരി, ആക്ടിവിസ്റ്റ്, അതോടൊപ്പം തന്നെ ഒരു വ്യവസായ സംരംഭക എന്നൊക്കെ നിലയിൽ പ്രസാദയൊക്കെ ആയിട്ടുള്ള MA ഷഹനാസിന് കിട്ടിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഷഹനാസിൻ്റെ കുട്ടിക്കാലവും എഴുത്തിൻ്റെ വഴികളും ഒക്കെ ആയിട്ട് ഒരുപാട് വിശേഷങ്ങൾ, അതോടൊപ്പം തന്നെ പെരുന്നാൾ ഓർമ്മകളും ഒക്കെ നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചു. ഏറ്റവും ധന്യമായിട്ടുള്ള ഒരു ദിവസം നമ്മൾ കരുതുകയാണ്. പ്രേക്ഷകർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഈ എപ്പിസോഡ് എന്ന് കരുതുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മൾ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരുമയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു പെരുന്നാൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. മനസ്സ് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.